ഇച്ചിരി വെളുത്തോ? പിന്നെ അവനാ മറ്റവനാ മിററിലല്ലേ ഈ കണ്ണാടിയിൽ കണ്ണാടി നോക്കി നിൽക്കാൻ പോയി പിടിയിലാവേ. ഈ കുന്തളൊന്ന് മാറ്റി വെച്ച് വന്ന് പിടിക്കണം. ചിക്കൻ ബിരിയാണി വെച്ച് കഴിക്കണോടാ. ഞങ്ങള് രാവിലെ തന്നെ പട്ടിണിക്കുറ്റം നിങ്ങളായിരുന്നു അത്. ഇങ്ങോട്ട് ഞങ്ങളുടെ അക്കനെ പറ്റിച്ച് വലിയ ഞങ്ങൾ പിടിക്കില്ലെന്ന് വിചാരിച്ചു. അയ്യോ ചേട്ടാ, ഇനി എന്നെ തന്നല്ലേ. ഞാൻ ആരെ പറ്റിച്ചിട്ടൊന്നുമില്ല. ഇന്ന് രാവിലെ മുതൽ ഞാൻ നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. കയ്യട്. എന്റെ ഫോൺ പോയി. നീ എന്താ പറഞ്ഞ? ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നാ? ചെമ്പാറേ, ഇവ ഭക്ഷണം കഴിച്ചിട്ടില്ലടാ. ഒന്നും കഴിച്ചില്ലേടാ? പറ. ഇല്ലേട്ടാ. പറ. ഞങ്ങളെ പോലെ പട്ടിണിയാണല്ലേ പാവം. ചായങ്കിലും കുടിച്ചോ? ഇല്ല. പറ. മാഡം പറഞ്ഞ പോലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോ നിങ്ങൾ ആരും ഇല്ല. പോട്ടെ. ഞാൻ ആ ഫോൺ പോയതുകൊണ്ട് നിങ്ങളൊക്കെ ബന്ധപ്പെടാൻ ഒരു മാർഗം. ഞാൻ ഫോൺ അന്വേഷിച്ച് നടക്കരുത് ഇത്രയും നേരം. എന്നെ വിശ്വസിക്കേട്ടാ, എന്റെ ഉമ്മ സത്യം. ഞാൻ ആരെയോ പറ്റിക്കോ ചതിക്കോ ചെയ്തിട്ടില്ല. അക്കനോട് പറ. പോട്ടെട്ടാ, ഞങ്ങൾ കൊള്ളക്കാരിങ്ങനെ പെട്ടെന്ന് ചൂടാവും. വിശന്ന് കഴിഞ്ഞാൽ കണ്ണാണ്ടോടുന്നല്ലേ ഞങ്ങൾക്ക് ഭ്രാന്താ മുഴുപ്പ്. അവ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. വിശന്ന് തലകറങ്ങുമെന്ന് തോന്നുന്നു. നിങ്ങളൊന്നും അല്ല, പേടിക്കണ്ട. കാശുണ്ട്. അപ്പൊ ഒളിച്ചോടിയൊന്നുമല്ല. അവന്റെ ഫോൺ മിസ്സായ വിളിച്ചില്ലെന്നേ ഉള്ളൂ. അതെ, വേഗം പോയി കാശ് വാങ്ങിട്ട് വാ. ബാബയോട് ഞാൻ പറഞ്ഞോളാം. ഡീല് വേഗം നടക്കട്ടെ. പിന്നെ ആഹാരത്തിന്റെ കേസ് നമ്മുടെ കൂടെ വന്നോണ്ട് കഴിക്കാൻ നമുക്ക് കിട്ടൂല കേട്ടോ. ബാഗ് എടുക്ക. ബാഗ് എന്താ? പക്ഷെ തെളിവ് വേണം. തെളിവോ? എന്ത് തെളിവ്? എന്റെ കയ്യിലെ 2 രൂപയുടെ നോട്ടിന്റെ മറ്റേ പകുതി അത് തന്നാലേ ബാഗ് തരും. അപ്പൊ നിന്റെ 2 രൂപ പകുതി മറ്റേ 2 രൂപ പകുതി 2 2 4. എടാ 6 രൂപ വാങ്ങിച്ചോ. 2 രൂപ ചാടിക്കാം. അവന് 2ന്റെ പകുതി വേണമെന്ന്. എന്ത് 2ന്റെ പകുതി? അത് അതെ അതെ, എന്റെ വേഗം കൊണ്ടുപോയി കൊടുക്ക. ഇത് കൊടുത്ത വല്ലതും കിട്ടും. അപ്പൊ 2 ഉണ്ട മേടിച്ച് കഴിക്കാം. ഇതാണോ നീ ചോദിച്ച മറ്റേ 2ന്റെ പകുതി? നോക്ക്. ശരിയല്ലേ? നോക്കടാ. ബാഗ് അയ്യോ, 8 വയസ്സ്. എന്താ മുഴുവനുണ്ടല്ലോ. ആ പിന്നെ അതെ, അങ്ങനെ പോവാൻ പറ്റേ? എണ്ണ നോക്കിട്ട് പോവാം. അതിന്റെ ആവശ്യമില്ല. അല്ല, കറക്റ്റ് ഉണ്ട്. ഇല്ലെന്നേ. ഉണ്ടെന്ന് എനിക്ക് സംശയം ഉണ്ട്. എനിക്കറിയാം. എണ്ണ നോക്കിട്ട് പോവാന്നേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ടില്ലേ? അതിന്റെ പിന്നെ പോലീസാ? നന്മ നിറഞ്ഞ പറയമേ, കാത്തോണ്ടമേ, കർത്താവേ, കൂടെ ഉണ്ടായിരിക്കണമേ. പോട്ടെ പോലെ. ശരി മാഡം. കർത്താവേ, കാത്തോണ്ടമേ. മാറിക്കട ചക്ക, അവന്റെ ഒരു ഫുട്ബോൾ കളി. കർത്താവേ, പണി പാടിയല്ലോ.
കൊതിച്ചാലോ ചാക്കോ. ഇനിയിപ്പൊ ഞാൻ ജയിലിലെ ചിക്കൻ കറി വേണ്ട, വെച്ചോളാം. പണി മൊത്തം ഈ ബംഗാളി ചെയ്തോളൂ, നമുക്ക് തിന്നു കൊടുത്താൽ മതി. ഞാൻ ചിക്കൻ കറി വെച്ചോളാം. ഞാൻ വിളിക്കടാ, ആള് വന്നു. മമാലിക, എന്താ പറ്റിയ? പിടിച്ചിരുന്ന മോനെ പണി പാളും. ഫോണും പോയി, എന്റെ ഗ്യാസും പോയി, ഇനി ഇവിടെ നിന്ന് മാനവും പോവും. സാരമില്ല, നമുക്ക് പോവാം. എന്തായാലും വന്ന കാര്യം നടന്നു. മതി സ്റ്റോപ്പ്. എത്രയെന്ന് അങ്ങനെ ചോദിക്കുന്നില്ല. ഇതങ്ങനെ പിടിച്ചു. 20 രൂപയെ സന്തോഷമായില്ലേ? അപ്പൊ ഡീസല് പെട്രോളിന്റെ വേണം. എല്ലാരും പോയ അങ്ങനെ ഇന്നും ശശി സോമനായി. പെണ്ണും പുള്ള വീണ്ടും മുങ്ങി. ഇന്നത്തെ ട്രിപ്പും മുടങ്ങി. ഇവിടെ ഇറക്കിയാൽ മതി. ആ ഓടിയതൊക്കെ ആരാണ് മോനെ? പടച്ചോൻ കാത്ത്, എനിക്കിനി ഓടാൻ വയ്യേ. ഞാനെന്നാ പോട്ടെ. ശരി, ഇത് വെച്ചോ. അയ്യോ, ചില്ലറില്ലല്ല. സാരമില്ല, ഇതിരിക്കട്ടെ. ഈ ഫോൺ സൂക്ഷിക്കണേ. ആയിക്കോട്ടെ. നമോ വാഗം. നമോ വാഗം. ഞാൻ പറയട്ടെ. ചേക്കൻ പോന്ത് വളരാണല്ലോ ഷാജിയേട്ടാ. പണി മാറ്റി പിടിക്കേണ്ടി വരും. ഷാജിയേട്ടാ, പറക്കി തരാതെ